ജനുവരി 18 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഈ ദിവസം നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ അധ്യായം നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അതിഥി സൽക്കാരത്തെപ്പറ്റി പറയുന്ന മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണ് ഈ അധ്യായം. അബ്രഹാം തൻ്റെ അടുക്കൽ വന്നതായിരിക്കുന്ന 3 അതിഥികളെ സൽക്കരിക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. ഈ സംഭവത്തെ ആധാരമാക്കിയാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അതിഥി സൽക്കാരം നിലനിൽക്കട്ടെ, അതിനാൽ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന ആളുകൾ ദൂതന്മാരാണ് എന്ന് അബ്രഹാം അറിഞ്ഞിരുന്നില്ല. അവരെ സൽക്കരിക്കുമ്പോൾ പിന്നെ അറിഞ്ഞു. സൽക്കാരമൊക്കെ കഴിയുന്ന സമയത്ത് അതൊക്കെ മനസ്സിലാക്കുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു. എന്നാൽ അതിഥി സൽക്കാരത്തിൻ്റെ ഉദാഹരണമാണ് അബ്രഹാമും കുടുംബവും. അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമത്, ആതിഥ്യം നൽകിയത് അപരിചിതർക്കായിരുന്നു. യാതൊരു പരിചയമില്ലാത്ത അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ മുൻപിൽ 3 ആളുകൾ നിൽക്കുന്നു. അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിഥി സൽക്കാരം എന്നുള്ളതിന് ക്സെനോഫീലിയ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. ക്സെനോഫീലിയ എന്ന് പറഞ്ഞാൽ ലവ് ഫോർ സ്ട്രേഞ്ചേഴ്സ് എന്നാണ്. അപരിചിതർക്ക് കാണിക്കുന്ന ആതിഥ്യമാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്നതും സ്നേഹം കാണിക്കുന്നതും അതിഥി സൽക്കാരം തന്നെയാണെങ്കിലും അതല്ല ഗ്രീക്ക് ഭാഷയിലെ യഥാർത്ഥമായ അതിഥി സൽക്കാരം. യാതൊരു പരിചയമില്ലാത്തതായിരിക്കുന്ന ആളുകളെ നാം സൽക്കരിക്കുന്നതിനാണ്. അബ്രഹാം അതാണ് ചെയ്തത്. യാതൊരു പരിചയമില്ലാത്തതായിരിക്കുന്ന 3 ആളുകൾ തൻ്റെ കൂടാരത്തിന് മുമ്പിൽ നിന്നും അവരെ പരിചരിച്ചു. രണ്ടാമത്, അബ്രഹാമിൻ്റെ പെരുമാറ്റം ഏറെ വിനയമുള്ളതായിരുന്നു. എങ്ങനെ അവരെ സ്വീകരിക്കുന്നത്? അവരെ അടുക്കൽ ചെന്നിട്ട് നിലംവരെ കുനിഞ്ഞ് വിനയത്തോടുകൂടെ അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അബ്രഹാം ആ ദേശത്തെ പ്രഭുവാണ്. താനെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് അവകാശിയാണ്. വേണമെങ്കിൽ ചെന്ന്, ഹലോ, നിങ്ങൾ ആരാ, പരിചയമില്ലല്ലോ, എന്താ അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ വേണ്ടി ചോദിക്കാമായിരുന്നു. അങ്ങനെയല്ല, യജമാന്മാരെ എന്ന് പറഞ്ഞ് അവരെ കുനിഞ്ഞ് വിളിച്ച് അവരെ കൊണ്ടുവരികയാണ്. വിനയം എന്ന് പറയുന്നത് സൽക്കാരത്തിൻ്റെ ഒരു മഹത്തായിരിക്കുന്ന ഒരു ആശയമാണ്. മൂന്നാമതായിട്ട്, ഏറെ തിടുക്കത്തോടു കൂടെയാണ് സൽക്കാരത്തിലുള്ള ക്രമീകരണം അബ്രഹാം ചെയ്തത്. ഓടിച്ചെന്ന് കാളക്കൂട്ടത്തിൽ നിന്നും ഒരു തടിച്ചു കൊടുത്തതായിരിക്കുന്ന കാളക്കുട്ടിയെ പിടിച്ച് താൻ തന്നെ അതിനെ പിടിച്ച് അബ്രഹാമിന് ദാസൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ക്ഷണനേരം കൊണ്ട് അതിനെ കൊന്ന് ഒരുക്കാൻ പറഞ്ഞു. അതുപോലെ സാറയുടെ കൂടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് മാവെടുത്ത്, ഒരു പുറം മാവെടുത്ത്, അല്ലെങ്കിൽ 3 കഴി മാവെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. എല്ലാം തിടുക്കത്തോടു കൂടിയാണ്. അവർ പെട്ടെന്ന് തന്നെ അതുണ്ടാക്കി. അവർ വന്ന് നിന്ന് കുശലപ്രശ്നങ്ങൾ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ അതൊക്കെ റെഡിയാക്കി. ഇന്നത്തെ നിലയിലല്ല, അവരെ കാളക്കുട്ടിയെ തീയുടെ പുറത്ത് വെച്ചങ്ങ് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു 3 പേർക്ക് ഓരോ കാല്, കൈക്കുറങ്ങും കാൽക്കുറങ്ങും കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ച് കാണും. റോസ്റ്റഡ് ബീഫ് അവർ ഇഷ്ടംപോലെ കഴിച്ച് കാണും. അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ സൽക്കാരം. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി, അല്ലെങ്കിൽ കപ്പൂസ് ഉണ്ടാക്കി, വെണ്ണയും കൊണ്ടുവന്ന് അത് വെച്ചു അവിടെ അവരെ സൽക്കരിച്ചു. 4ാമത്, ചെലവ് ചെയ്താണ് അവർ സൽക്കാരം ചെയ്തത്. നമ്മുടെ വീട്ടിൽ 3 പേര് വന്നാൽ ഒരു കോഴിയെ കൊന്നാൽ പോരെ, അല്ലെങ്കിൽ ഇറച്ചി വയ്ക്കുന്ന കടയിൽ ചെന്ന് 1 കിലോ ഇറച്ചി വാങ്ങിച്ചാൽ പോരെ, ധാരാളം മതി. അതിന് ഒരു കാളയെ കൊന്നത്, ഒരു പശുക്കിടാവിനെ കൊന്നത്. അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. അബ്രഹാമൊക്കെ ചെലവ് ചെയ്താണ് അതിഥിസൽക്കാരം ചെയ്തത്. ഞാൻ വിചാരിക്കുന്നു ആ മാതൃക നിൽക്കട്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിഥിസൽക്കാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. അബ്രഹാമിന് 1000 കന്നുകാലികളുള്ള ഒരു മനുഷ്യനായിരുന്നു. അവനൊരു കാളയെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അബ്രഹാം ഒരു കാളയെ കൊന്നു. നമുക്കങ്ങനെ കാളയെ പിടിച്ച് കൊല്ലാനൊന്നും നമ്മുടെ വീട്ടിലില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കോഴിയെ പിടിച്ച് കൊല്ലാൻ കാണും. നമുക്ക് എന്താണ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അത് ചെയ്യണം. ഒരാട്ടിൻകുട്ടിയെ പിടിച്ച് കൊല്ലാമെങ്കിൽ അതിനെ പിടിച്ച് കൊന്നു വേണം അതിഥിസൽക്കാരം ചെയ്യാനാണ്. അതൊക്കെ നല്ലതാണ്. ദൈവം അതൊക്കെ മാനിക്കും. അങ്ങനെ ചെലവ് ചെയ്ത് വേണം അതിഥിസൽക്കാരം ചെയ്യാൻ. 5ാമത്, തികച്ചും മര്യാദ നിറഞ്ഞ ആതിഥ്യമാണ് അബ്രഹാം കാട്ടിയത്. കാരണം ഗൃഹനാഥൻ തന്നെ അതിഥിയുടെ കാല് കഴുകി ആഹാരം വിളമ്പി. അതെല്ലാം മര്യാദയുടെ തെളിവാണ്. നമ്മൾ പലപ്പോഴും അതിഥിസൽക്കാരം ചെയ്യുമ്പോൾ, അന്നത്തെ കാലത്ത് ആതിഥേയൻ അതിഥികളുടെ കൂടെ ഇരുന്നല്ല ആഹാരം കഴിക്കുന്നത്. ആതിഥേയൻ അതിഥികളെ സൽക്കരിച്ച് അവരെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാം അങ്ങനെയാണ് ചെയ്തത്. 6ാമത്, മാന്യവും ലജ്ജാശീലവും നിറഞ്ഞതുമായ പെരുമാറ്റമാണ് സാറ കാഴ്ചവെച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ പുറകിൽ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് അവളുടെ പങ്ക് അവൾ നിർവഹിച്ചു. അവളെ മുന്നിൽ വന്ന് സ്ത്രീകളെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ പല നിലയിലാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമാണ്. അതുകൊണ്ട് പലപ്പോഴും ഇന്ന് സ്ത്രീകളാണ് പുരുഷന്മാർക്ക് മുൻപിൽ നിന്ന് സൽക്കാരം ചെയ്യുന്നത്. ഞാനതിനെ ഒന്നും തെറ്റ് പറയുകയല്ല.
എന്നാൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ക്രമീകരണം, പഴയ നിയമത്തിൻ്റെ ക്രമീകരണം പുതിയ നിയമത്തിൻ്റെ ക്രമീകരണം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭർത്താവും ഭാര്യയും കൂടെ ചേർന്ന് ഞാൻ വിചാരിക്കുന്നു, ഭാര്യയുടെ പൊസിഷൻ ഭർത്താവിൻ്റെ പുറകിലാണ്, ഭർത്താവിൻ്റെ മുന്നിലല്ല. അതൊക്കെ പാലിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടെ അത് സൽക്കാരം അവർ ചെയ്തു. അവരേറ്റവും മാന്യമായ നിലയിൽ തന്നെ അത് സൽക്കാരം ചെയ്തു. അതിഥികൾ പോകുന്നതിന് മുമ്പ് അബ്രഹാമിനോടും സാറയോടും അല്പം കുശലപ്രശ്നം പറഞ്ഞു. 2 പേരെ മുന്നോട്ട് വിട്ടു, സോദോമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അബ്രഹാമിനോട് കൂടെ അത് കുറച്ചു നേരം നിന്ന് ഒരാൾ സൽക്കരിച്ച് സംസാരിച്ചു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വിചാരിക്കുന്നു. അബ്രഹാമിൻ്റെ ഒരു പുത്രൻ ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തമൊക്കെ അവിടെയാണ് കൊടുത്തത്. അടുത്ത വർഷം ഞങ്ങൾ വരും, നിൻ്റെ അടുക്കൽ വരുമ്പോൾ നീ ഒരു മകനെ അണയ്ക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും നീ എന്ന് സാറയോട് പറഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്ന കാര്യം. അതിസൽക്കാരത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. അതിസൽക്കാരം ചെയ്തില്ലെങ്കിൽ ദൈവം അത് ചെയ്യും. പക്ഷേ അതിസൽക്കാരം ചെയ്തല്ലോ, അതിസൽക്കാരം ചെയ്തല്ലോ. ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ അതിസൽക്കാരം ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എപ്പോഴും മകനെയൊന്നും ആയിരിക്കില്ല കിട്ടിയിരിക്കുന്നത്, പക്ഷേ അതിസൽക്കാരത്തിന് അനുഗ്രഹമുണ്ട്. അതിഥിസൽക്കാരത്തിന് അനുഗ്രഹമുണ്ട്. അബ്രഹാമിൻ്റെ മാതൃകയിലാണ് അതിസൽക്കാരമെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ തീർച്ചയായും ദൈവം നമുക്ക് തരും. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം അതിസൽക്കാര പ്രിയരായിട്ട് നമുക്ക് തീരാം. അതിസൽക്കാരം നിലനിൽക്കട്ടെ എന്നാണല്ലോ കൽപ്പന.